ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സലാലയിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വ്ളോഗിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി 2 സ്ഥലം കൂടെ ഉണ്ട്. അത് കണ്ടിട്ട് നമ്മൾ യാത്ര തിരിക്കാൻ പോവാണ് അഞ്ചുബാനിലോട്ട്. അച്ചാച്ചനാണെങ്കിൽ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ്. ഇതാണ് എന്റെ കിച്ചൺ, മെസ്സി കിച്ചൺ. ഞങ്ങൾ വന്നപ്പോൾ വാങ്ങിച്ചതിൽ ഏറ്റവും ഉപകാരമുള്ള സാധനം ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് നെസ്റ്റോയിൽ വാങ്ങിച്ചു. ബാക്കി കുറച്ച് അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടന് കുറുക്ക് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും പോവാണ് സ്ഥലങ്ങൾ കാണാനായിട്ട്. 2 സ്ഥലം കൂടെ കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അങ്ങനെ കാഴ്ച നമ്മൾ ഇന്ന് സലാല വിടുവാണ്. 2 ദിവസം യാത്രയുണ്ട്. ഇനി ഏകദേശം 1500 കിലോമീറ്ററോളം നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട്. മുത്തച്ഛനാണെങ്കിൽ രാവിലെ തന്നെ ഗരാജിൽ പോയി. നമ്മൾ ഇന്നലെ അബൻഡൻ ഷിപ്പ് കാണാനായിട്ട് പോയപ്പോൾ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വന്നതുപോലെ തോന്നി. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് മാത്രമല്ല ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാനും വണ്ടി ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ UAE നിന്ന് സലാലയിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും ഇതൊക്കെ ചെക്ക് ചെയ്യുക. സലാലയിൽ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് 6 ദിവസം താമസിച്ച റൂം. നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത്, 2 BHK. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് വ്ലോഗിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാനപ്പോ സാധനങ്ങളൊക്കെ ഒതുക്കി താഴോട്ട് പോവാണ്. അച്ഛൻ താഴെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ സലാലയിൽ നിന്ന് പോവാണല്ലോ എന്ന് ഓർത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ഈ ഒരു പ്രകൃതി ഈ കാലാവസ്ഥയൊക്കെ വിട്ട് വീണ്ടും ചൂടിലോട്ട് പോവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും നാളും താമസിച്ച ഹോട്ടൽ. ഇതിന് ചുറ്റിലും അത്യാവശ്യം വേണ്ട കടകളൊക്കെ ഉണ്ട്. അങ്ങനെ കാഴ്ച നമ്മൾ സലാല വരെ വന്നിട്ട് മരുഭൂമിയിലെ കേരളം കാണാതെ പോകുന്നത് എങ്ങനെയാ? നമ്മൾ താമസിച്ച റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആ ഒരു ഏരിയയും വരുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴികളൊക്കെ കണ്ടാൽ കേരളം പോലെ ഫീൽ ചെയ്യുന്നില്ലേ? എല്ലാവരും യൂഷ്വലി അൽക്കഫ്ത ബീച്ചിന്റെ അവിടെയാണ് പോകുന്നത്. അവിടെ കുറേ വെജിറ്റബിൾസ് മാർക്കറ്റ് ഉണ്ട്, കേരള ഫീൽ തരുന്നത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്ന വ്യൂ ബീച്ച് ആയിരിക്കും. ഇതുപോലെ പ്രകൃതിയൊക്കെ കാണണമെങ്കിൽ നമ്മൾ അകത്ത് തന്നെ പോകണം ഡ്രൈവ് ചെയ്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഡ്രൈവ് ചെയ്തപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മാർക്കറ്റ് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഒരു കേരള ഫീല് തോന്നി. കുറെ നാൾക്ക് ശേഷം നല്ല നാടൻ കരിക്കൊക്കെ കുടിക്കുന്ന ഫീൽ ആയിരുന്നു. മോനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നാടൻ കരിക്കൊക്കെ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് ഇതൊക്കെ. ഇതിലും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ കുഞ്ഞുനാളിലൊക്കെ തേങ്ങ എടുത്തിട്ട് മുളയ്ക്കാൻ വെക്കുമായിരുന്നു ഈ ഒരു ഐറ്റത്തിന് വേണ്ടി. ഞങ്ങളിപ്പോൾ ആവശ്യത്തിന് കൂടുതൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫുൾ ടൈം തിന്നിരിക്കാല്ലോ. അങ്ങനെ തിന്നിട്ട് വയറ് വരെ വേദനിച്ച് തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൽ മോനെ മാനേജ് ചെയ്യാനായിട്ട് വലിയ പാടുണ്ടായിരുന്നില്ല. സിയാനെ മാനേജ് ചെയ്യാനായിരുന്നു ഏറ്റവും വലിയ പാട്. ഒന്ന് പറഞ്ഞ് 2ന് പിണങ്ങിയിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ച കുറച്ച് വെജിറ്റബിൾസും പഴമൊക്കെ മേടിച്ചോണ്ട് പോവാന്ന്. ലാസ്റ്റ് ദിവസം വരുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മേടിച്ചോണ്ട് പോകാൻ പറ്റും. കയ്യിൽ തെർമോസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്താൽ മതി, കേടൊന്നും വരില്ല. പിന്നെ ഞങ്ങൾ നിസ്സയിൽ ഹോട്ടൽ എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ 2 ദിവസം കണ്ടിന്യൂസ് അല്ല ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് യാത്ര തിരിച്ച രാത്രി നിസ്സയിൽ എത്തി ഹോട്ടലിൽ താമസിക്കുക. അപ്പൊ അടുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം വീണ്ടും തെർമോസിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. UAE എത്തുന്നവരെ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ. പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കായായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് പഴുത്ത് കിട്ടും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെജിറ്റബിൾസ് കടയിലൊക്കെ കയറി ഇങ്ങനെ അത്ഭുതത്തോടെ കാണുന്നത്. നാട്ടിൽ പോലും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഇത്രയും ഫ്രഷ് ആയിട്ട് എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച്, ഇത് ഇവരുടെ ഫാമിൽ തന്നെ വിളവെടുക്കുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഈ ഒരു കടയുടെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ ഫാം ഉണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ ആ ഒരു ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. ലൊക്കേഷൻ അയച്ചു തരാൻ അവർ അയച്ചു തരും. നടക്കാൻ വയ്യ അവന്. പിന്നെ കാഴ്ചയുടെ നിറച്ചും കാന്താരി ഉണ്ടമുളകാണ് കേട്ടോ. തെങ്ങും വാഴയും കാന്താരിത്തോട്ടം. ഒരു ഫോട്ടോ എടുക്കും. അവിടെ നല്ല കരിവേപ്പില ഇട്ട്. കരിവേപ്പില വാങ്ങിച്ചാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽക്കഫ്ത ബീച്ചിന്റെ അവിടെ പോവാണെങ്കിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ഒക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഇത്ര വലിയ മാർക്കറ്റ് ഒന്നും അവിടെ ഇല്ല. ഇവിടെ വരുവാണെങ്കിൽ ഇതുപോലെ ഫാമും കൂടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോച്ചാ. പൊളിയാണ് കേട്ടാ ഇതിലെ നടക്കാൻ. ആ, നെല്ലിക്കയാ.
ആ വരാ. അങ്ങനെ ഗായ്സ്, ഈ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ ഉള്ള ചേട്ടന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന ഏപ്രിൽ മെയ് മാസത്തിലാണെന്ന്. സെയിം നാട്ടിലൊക്കെ പോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ നല്ല ചൂടാണല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും. സലാല വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ അവസാനവും സെപ്റ്റംബർ ബിഗിനിങ്ങിലായിട്ട് വരാൻ നോക്കുക. ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കറക്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് സലാല വിടണമായിരുന്നു. 12 മണിക്ക് ഇറങ്ങിയായിരുന്നെങ്കിൽ നമ്മൾ 8 മണിക്ക് നിസ്വയിൽ എത്തിയേനെ. നമ്മൾ അവിടെ ഓൾറെഡി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് 2 മണി മുതൽ അവിടെ സ്റ്റാർട്ടായി സമയം. പക്ഷെ നമ്മൾ 4 മണിയായിട്ടും സലാല വിട്ടിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് മനസ്സില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാഴത്തോട്ടങ്ങളൊക്കെ ആ വെജിറ്റബിൾസ് മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ ഒരു ഏരിയ ഫുള്ളും ഇത് തന്നെ ഉള്ളൂ കാണാനായിട്ട്. നല്ല രസമില്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇനി നമ്മൾ സലാല വരുമോ എന്നറിയില്ല. എന്തായാലും കണ്ട് ആസ്വദിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഗായ്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽക്കഫ്താൻ ബീച്ചിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മാർക്കറ്റുകൾ. കുറെയൊക്കെ അങ്ങ് അടച്ചുപൂട്ടി ഇട്ടേക്കാണ് കേട്ടോ. നമ്മൾ കണ്ട മാർക്കറ്റ് അല്ലേ സൂപ്പർ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബീച്ച് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം കേട്ടോ. അടിപൊളി ബീച്ചാണ് ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത്. ഗായ്സ്, അങ്ങനെ നമ്മൾ അജ്മാനിലോട്ട് പോവാണ്. ഇപ്പം തന്നെ 6 മണിയായി, 6:07 നമ്മൾ രാത്രി മൊത്തം ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്യുമായിരിക്കും. ഇപ്പൊ ഏകദേശം 7 മണിക്കൂർ 43 മിനിറ്റുമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഏകദേശം 7 മണിക്കൂർ 43 മിനിറ്റുമാണ് കാണിക്കുന്നത്. എങ്ങനെ മാനേജ് ചെയ്യുന്നറിയില്ല. അങ്ങനെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ എത്തി. നമ്മൾ ഗോൾഡൻ തുലിപ്പ് എന്ന് പറയുന്ന 4 സ്റ്റാർ ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തേണ്ട ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് എത്തിയത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഹോട്ടലൊക്കെ താമസിക്കാൻ പോകുന്നത്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിനോടൊപ്പം നല്ല ടയർഡുമാണ്. ഞങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ കാരണം സ്വിമ്മിംഗ് പൂൾ ആണ്. ഇത്രയും ദിവസം നമ്മൾ സലാലയിൽ താമസിച്ചിട്ട് സ്വിമ്മിംഗ് പൂൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ ഒരു ദിവസം നിന്ന് റിലാക്സ് ആയി ലാസ്റ്റ് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചത്. മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനൊക്കെ. പക്ഷെ ഞങ്ങളുടെ പ്ലാനൊക്കെ തെറ്റി. ഞങ്ങൾ എത്തിയത് തന്നെ വെളുപ്പിന് 5 മണിക്കാണ്, എഴുന്നേറ്റത് 12 മണിക്കും. ഇനി നമ്മുടെ മുമ്പിൽ വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോയി റിസപ്ഷനിൽ സംസാരിച്ച് നോക്കി കുറച്ച് സമയം കൂടെ തരുമോന്ന്. പക്ഷെ അവർ തന്നില്ല. കുറച്ച് നഷ്ടമായി പോയി. ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്തത്. ഈ കാണുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ റൂമിന്റെ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അവിടെ നല്ല വലിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. പക്ഷെ എന്താ ചെയ്യാ, അങ്ങനെ നമ്മൾ ഇറങ്ങി ഗായ്സ്. അവിടുത്തെ ഇന്റീരിയർ ഒക്കെ സൂപ്പർ ആയിരുന്നു. ഒമാനി സ്റ്റൈൽ ഇന്റീരിയർ ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ. അപ്പോൾ ഗായ്സ്, നമ്മുടെ സലാല വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷെ ഞാൻ ഒരു വ്ളോഗും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഐറ്റ്നറി മാത്രമായിട്ട്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും. ഓൾറെഡി നമ്മൾ 5-6 വ്ളോഗോളം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലത്തെ അടിപൊളി വ്ളോഗുകൾ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.